പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നുമുള്ള ജനവിധിയിൽ ക്രൈസ്തവ സമുദായങ്ങൾക്ക് നേരെ ഉയർന്നുവന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തൃശൂർ അതിരൂപത നേതൃത്വം. സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി ഒരു പ്രത്യേക പാർട്ടിയെ പിന്തുണച്ചു എന്നായിരുന്നു ആരോപണം. ഈ പരാമർശം വേദനാജനകമാണെന്നും ഞെട്ടലുളവാക്കിയെന്നും സഭാ നേതൃത്വം പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അനർഹമായ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി അതിരൂപതാ നേതൃത്വം ഒരു പ്രത്യേക പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നത് വേദനാജനകമായ വാർത്തയാണെന്ന് അതിരൂപതാ നേതൃത്വം വ്യക്തമാക്കി. തൃശൂർ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ തെരഞ്ഞെടുപ്പ് വിജയ പരാജയങ്ങളെക്കുറിച്ച് ചില മാധ്യമങ്ങളിൽ വന്ന ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തെയും വിശിഷ്യ തൃശ്ശൂർ അതിരൂപതയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചില ആരോപണങ്ങൾ, അത് തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. രൂപതയെ സംബന്ധിച്ചിടത്തോളം ഏത് തെരഞ്ഞെടുപ്പുകളാണെങ്കിലും രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും അതുപോലെ തന്നെ ന്യൂനപക്ഷ അവകാശങ്ങളും ഈശ്വരവിശ്വാസവും മാനിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും സ്ഥാനാർത്ഥികളെയും പിന്തുണയ്ക്കുക എന്നുള്ളത് എല്ലാ കാലത്തും രൂപതയുടെ നിലപാടുകളാണ്. ഈ കാര്യം രൂപത സംശയലേശമന്യേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി മാസം 25-ാം തീയതി തൃശ്ശൂരിൽ വെച്ച് നടത്തിയ ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത സമുദായ ജാഗ്രതാ സമ്മേളനം, ആ ജാഗ്രതാ സമ്മേളനത്തിൽ അതിരൂപതയുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. തൃശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ആലത്തൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്നതും തൃശൂർ അതിരൂപതയുടെ ഭാഗവുമായ 3 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഇതര രാഷ്ട്രീയ കക്ഷികൾക്ക് മേൽക്കൈ ഉണ്ടായത് മനഃപൂർവ്വം മറന്നുകളയുകയാണ്. പൊതുസമൂഹത്തിനും സമുദായത്തിനും സ്വീകാര്യമായ നിലപാടുകൾ മാത്രമാണ് സഭാ നേതൃത്വം മുൻകാലങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സ്വീകരിച്ചിട്ടുള്ളൂ എന്നും വ്യക്തമാക്കി. തൃശ്ശൂർ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ മാനിക്കുകയും ചെയ്യുക, അത്തരം ഒരു നിലപാടുകൾ മാത്രമാണ് എല്ലാ കാലത്തും തൃശ്ശൂർ അതിരൂപത എടുത്തിട്ടുള്ളൂ. ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളെയോ ഏതെങ്കിലും രാഷ്ട്രീയ മുന്നണികളെയോ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ അവരെ പ്രത്യേകമായി എതിർക്കുകയോ ചെയ്യുന്ന ഒരു നിലപാട് തൃശ്ശൂർ അതിരൂപത ഒരു കാലത്തും ചെയ്തിട്ടില്ല. മറിച്ച് ഈ രാഷ്ട്രീയ വിജയ പരാജയങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പലരുടെയും ആരോപണങ്ങൾ ഞങ്ങൾ കേട്ടു. അത് സ്വന്തം തെറ്റുകൾ മറച്ചു വയ്ക്കാനും സ്വന്തം വീഴ്ചകൾ മറച്ചു വയ്ക്കാനും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏതെങ്കിലും സമുദായത്തിൻ്റെയോ ഏതെങ്കിലും സഭകളുടെയോ ചുമലിൽ കെട്ടിവെക്കാനുള്ള അത്തരം ശ്രമങ്ങളെ ഞങ്ങൾ തീർത്തും അപലപിക്കുകയാണ്. വാർത്താസമ്മേളനത്തിൽ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, മുൻ പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ്, കത്തോലിക്ക കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC ഡേവിഡ്, അതിരൂപത പബ്ലിക് റിലേഷൻ പ്രസിഡന്റ് ജോർജ് ചിറമേൽ എന്നിവർ പങ്കെടുത്തു. ഷെക്കൈന ന്യൂസ്, തൃശൂർ.